അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ മീൻ പിടിക്കാൻ വന്നിട്ടാണല്ലോ കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ലൂക്കാനൊരു സ്റ്റിക്കും ബൈക്കാസ്റ്റർ റീലും വന്നു കേട്ടോ. കിട്ടുമെന്ന് അറിയില്ല. എന്താ വെച്ചാൽ ഇവിടെ ആഴമില്ല. കാണിച്ചു കൊടുക്കുക. കണ്ടു, ഇവിടെ ആഴമില്ലാത്തൊരു സ്ഥലമാണ് ഈ ഭാഗം. ഇനിയിപ്പോൾ ഇവിടുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ അപ്പുറത്തേക്ക് പോകണം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ മീനെല്ലാം പിടിച്ചിട്ട് കഴിഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടാണ്. വീട്ടിലെത്തിയിട്ടാകുമ്പോൾ മീൻ കറി ഉണ്ട്. മീൻ കറിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് മാങ്ങ അങ്ങനത്തെ അതെല്ലാം ഇല്ല. നമുക്ക് അങ്ങനെ മാങ്ങ ചോറിനപ്പുറം കൂട്ടി നമുക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾ വറവാക്കാറുണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങുണ്ട്. ഉരുളക്കിഴങ്ങ് വറവാക്കാറുണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ആക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അല്ല ഗൈസ്, നമുക്ക് കുക്കിംഗ് മൂഡാണ്. കുക്കിംഗ് മൂഡ്. ഇവിടെ മീൻ കറി ഉണ്ട്, ബട്ട് അതിൻ്റെ കൂടെ കൂട്ടാനൊന്നുമില്ല. അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് വറുക്കാം. അപ്പം അതിൻ്റെ ഉരുളക്കിഴങ്ങ് മുറിക്കാനായിരുന്നു ചെറിയ കുനുകുനാ പീസായിട്ട് എടുക്കണം. കാണിച്ചുതരാം. ഇതാ ഗൈസ്, ഉരുളക്കിഴങ്ങ് മുറിച്ചുകൊണ്ടിരിക്കാനായിരുന്നു കേട്ടോ. കുനുകുനാ മുറിക്കണം. ഗൈസ് ഫൈനലി മുറിച്ച് കഴിഞ്ഞിരിക്കുന്നു നമ്മളുടെ ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വറുക്കാം. വറുത്തിട്ട് നല്ല മുളക് പൊടിയും ഉള്ളി സവാളയും എടുത്തിട്ട് ഇട്ടിട്ട് നമുക്ക് വറുക്കാട്ടോ. അപ്പോൾ ഗൈസ്, ഉള്ളി സവാള നമുക്ക് സവാളയും കൂടി മുറിക്കാട്ടോ. സവാളയും ആവശ്യമുണ്ട് നമ്മുടെ വറവിന്. ആദ്യം നമ്മുടെ സവാളയുടെ തൊലി കളയാം. അങ്ങനെ ഗൈസ് നമ്മുടെ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് കുനുകുന അരിയാം. കുനുകുന ഗൈസ്, കണ്ണ് കഴുകി കുറച്ച് ആശ്വാസമുണ്ട്. ഇതൊന്ന് വേഗം അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതാ ഫുള്ള് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇനി നമുക്ക് വറുക്കാം. അപ്പോൾ ഗൈസ് തക്കാളി കേട്ടോ, ഒരു പകുതി തക്കാളി നമുക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ. പകുതി തക്കാളി അരിഞ്ഞെടുക്കണം. ഇതും കുനുകുന ആയിട്ട് അരിയണം. കുനുകുന. ഇത്ര മതി കേട്ടോ. ഇത്ര മതി. അല്ല, ഫുള്ളൊന്നും എടുക്കാം. ഒരു പകുതി തക്കാളി മുതുമൻ. ഞാൻ എനിക്ക് അറിയുന്ന പോലെ ഞാൻ ചെയ്യുന്നു. പകുതി തക്കാളി മുതുമൻ അരിഞ്ഞെടുക്കുക. പകുതി തക്കാളി അരിഞ്ഞെടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇടാം. ഇനി നമുക്ക് വറവാക്കുന്ന എങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കിനി കറിവേപ്പില കൂടി ആവശ്യമുണ്ട് കേട്ടോ. കറിവേപ്പില കഴുകിയെടുത്ത കറിവേപ്പില കേട്ടോ. അതും കൂടി നമുക്കിനി വറവിന് ആവശ്യമുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് പാന വെച്ചെടുക്കാം. ഇത്രക്ക് മതി കേട്ടോ. എണ്ണ കുറച്ച് വേണം.
അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടും കൂടി വന്നാൽ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് എണ്ണ ഇതാ നല്ല വൃത്തിക്ക് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പില കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പില നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നീരുള്ളിയും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങും തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒന്ന് ഇറക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മളെ പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ മുളക് പൊടി അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒന്ന് ഒരുമിച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് മഞ്ഞ കളർ വരുന്നതാണ്. വെള്ളം വേണ്ട, എന്നിട്ട് ഉരുളക്കിഴങ്ങ് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് വന്നാൽ കേട്ടോ. നമുക്കൊന്ന് നല്ല വൃത്തിക്ക് മിക്സ് ആക്കാം. അതിൻ്റെ കുറച്ചൊന്നും അടച്ചിട്ട് വെക്കണം കേട്ടോ. നല്ല വൃത്തിക്ക് മസാല ഒന്ന് ഇതാവട്ടെ കേട്ടോ. നല്ലോണം എല്ലായിടത്തും ഇളക്കിയിട്ടൊന്ന് പിടിക്കട്ടെ. അതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ. ഗൈസ് പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉപ്പിടാൻ മറക്കരുത്. ഉപ്പിടണം. ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇത് കാണുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൊടുക്കാം. ഇതൊന്ന് നല്ല എടുത്തിട്ട് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ട് വെച്ചേട്ടെ. ഇനി കുറച്ച് സമയത്തേക്ക് നമുക്ക് തീ കുറച്ചിട്ട് വെക്കാം. അതായത് അതിൻ്റെ അടുപ്പ് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. തീ ഫുൾ ഫ്ലെയിമായിട്ട് കുറച്ചിട്ട് വെക്കാം. നമുക്ക് അടച്ചിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കിനി ഇത് അടച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് സമയം ഒന്നാടെ ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് സമയം വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. നല്ലോണം വെന്ത് നമ്മളെ ഉരുളക്കിഴങ്ങ് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പെല്ലാം കുറവണം ഉപ്പിടാം. എൻ്റെ ഒന്നും കുറവൊന്നുമില്ല. നല്ല ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉറപ്പുണ്ട്. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വെച്ചിട്ട് നമുക്ക് അടുപ്പൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നല്ല വെന്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ആയിട്ട് നമുക്ക് അടുപ്പൊന്ന് എടുക്കാം കേട്ടോ. നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പൊട്ടി വരുന്നുണ്ടോ. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക്
നല്ല ടേസ്റ്റുമാണ്. എല്ലാം ഉണ്ടാക്കി വെക്കാം കേട്ടോ. അതായത് അധികമൊന്നും ചോറിനൊന്നും ഇല്ലെങ്കിൽ നമുക്കിതാക്കിയിട്ട് തിന്നാം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഭക്ഷണം കഴിച്ചു നോക്കാം കേട്ടോ. മീൻ കറിയും കുടമ്പുളിട്ട് വെച്ച മീൻ കറിയും പിന്നെ വറവും. അപ്പോൾ നമുക്കൊന്ന് തിന്ന് നോക്കാം. ഉരുളെടുത്തിരിക്കുന്ന ഗൈസ് നമുക്ക് തിന്നാക്കാം. അടിപൊളി ഭക്ഷണം.